അപ്പൊ ചെങ്ങി വരുന്നത് പരിപാടി എന്ന് വെച്ചാൽ രാവിലെ നീച്ചപ്പെട്ട് വണ്ടിയിൽ നോക്കുമ്പോൾ ഫുൾ സാധനങ്ങളാട്ടോ. ഹൗസ് ബൈ പോലെ പരിപാടികളാട്ടോ. അവിടെ ഈത്തപ്പഴം കൊണ്ടെടുക്കലും ഈത്തപ്പഴത്തിന്റെ കാർട്ടൂൺ കൊണ്ടിലൊക്കെ കൂടി അടിച്ചൊക്കെ പൊക്കി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴെ കാഴ്ചകളാണ് വേറെ ലെവലാട്ടോ. ദുബായ് ഇമാറാത്തിൽ വന്നിട്ട് പണി അന്വേഷിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവർമാർ നോക്കുകയാണെങ്കിൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ മാസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വരികയാണെങ്കിൽ നല്ല പണി ചാൻസുകൾ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിലാണ് ഇവിടെ മദ്രസ പൂട്ടലും അതേപോലെ ആൾക്കാർ വെക്കലും ഒക്കെ. ഡ്രൈവർമാരത് മറ്റേ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ അക്കൗണ്ട് തന്നെ അതേമാതിരി മറ്റേ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ തണുപ്പ് ആയതിൻ്റെ ശേഷം അത് ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പണി നോക്കാനും സുഖവും അതേപോലെ നിങ്ങൾക്ക് എന്താ ചെയ്യുക ഈ പണിയിൽ എന്താ പറയുക അന്വേഷിക്കാനും അതിൽ കയറാനും ഒക്കെ സുഖം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈമിലൊക്കെ ബാക്കിയുള്ള മാസങ്ങൾ ഭയങ്കര ചൂടാട്ടോ. ഡിസംബറാണ് കഴിഞ്ഞിട്ട് ചൂട് കുറവ്. അപ്പോൾ നമുക്ക് പുറത്ത് നടന്ന് നോക്കാനും പണികൾ അന്വേഷിക്കാനൊക്കെ സുഖമാണ്. ഇപ്പൊ നോക്കിയാൽ വണ്ടിയിൽ 2 മിനിറ്റ് ഇരിക്കുമ്പോൾ അമ്മ ചൂട് വേർത്ത് ഒലിക്കണം. ആ ഈ കോലത്തിൽ നമ്മൾ പണി അന്വേഷിക്കാനുണ്ടെങ്കിൽ ഭയങ്കര ശാശ്വതമുള്ള കാര്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ടയർഡോ. പിന്നെ അതേപോലെ ഒരു ഇന്റർവ്യൂക്ക് പോകുമ്പോൾ നമ്മൾ വേർപ്പിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര നമുക്ക്. നാട്ടിൽ നിന്ന് വന്നിട്ട് എന്താ തോന്നുന്നത് ഈ ചൂടത്ത്? തണുപ്പത്തുനിന്ന് വന്നിട്ട് ചൂടത്ത് വന്നിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? ഭയങ്കര ചൂട്. നാട്ടില് മരണ മഴ ഈ വിലക്കൊണ്ട് ഒരു തുള്ളി ഭയങ്കര റിയ വരിക. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക ഈ മറ്റു പണികളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളിൽ വരുമ്പോൾ എന്താണ് ചൂട് കുറവാകും, തണുപ്പ് സ്റ്റാർട്ടിങ് ആവും. അപ്പൊ നിങ്ങൾക്ക് പണി അന്വേഷിക്കാനും സുഖമാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനും സുഖമാണ്. ഈ കാര്യങ്ങൾ രണ്ടും ശ്രദ്ധിച്ചിട്ട് ഗൾഫിലേക്ക് വരാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.